നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഡോക്ടറെ എനിക്ക് സൈനസൈറ്റിസ് ആണ് അല്ലെങ്കിൽ മൈഗ്രെയിൻ ആണെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കേസ് എടുത്ത് കഴിയുമ്പോഴാണ് ഡയഗ്നോസിസ് ചിലപ്പോൾ മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന തലവേദന സൈനസൈറ്റിസിൻ്റെ ആണോ അതോ മൈഗ്രെയിൻ്റെ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. രണ്ട് കംപ്ലൈൻറ്റിലും മെയിനായിട്ട് ഹെഡേക്ക് തന്നെയാണ് വരുന്നതെങ്കിലും മൈഗ്രെയിൻ ഹെഡേക്സ് ആണെങ്കിൽ വൺ സൈഡഡ് ആണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത്, തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും പെയിൻ അനുഭവപ്പെടുന്നത്. അത് ചിലപ്പോൾ മാറി മാറിയും വരാം. ഒരു തവണ ഒരു ഭാഗത്താണെങ്കിൽ അടുത്ത തവണ മറ്റേ ഭാഗത്തും അങ്ങനെ മാറി മാറിയിട്ടൊക്കെ വരാറുണ്ട്. എന്നാൽ സൈനസൈറ്റിസ് ആണെങ്കിൽ ഫോർഹെഡിലും ചീക്സിലും ഒക്കെ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒരു ടെൻഡർനെസ് ഒക്കെയാണ് അനുഭവപ്പെടാറുള്ളത്. മൈഗ്രെയിൻ ഹെഡേക്സിൻ്റെ ഒപ്പം ഛർദി, ഓക്കാനം, അതുപോലെ വെളിച്ചം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, അമിതമായിട്ടുള്ള ശബ്ദം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് കാണാറുള്ളത്. എന്നാൽ സൈനസൈറ്റിസിലാണെങ്കിൽ ചെറിയ ചൂട്, ടെമ്പറേച്ചറാണ്, അതായത് ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഈ ചില കേസുകളിൽ ഈ പല്ലിലും ചെവിയിലും ഒക്കെ വേദനയും അനുഭവപ്പെടാറുണ്ട്. മൂക്കൊലിപ്പ് രണ്ട് കേസിലും വരുന്നുണ്ടെങ്കിലും മൈഗ്രെയിൻ ആണെങ്കിൽ വെള്ളം പോലെയുള്ള ഡിസ്ചാർജ് ആയിരിക്കും, വാട്ടറി ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ സൈനോസൈറ്റിസിൽ കുറച്ച് കട്ടിയായിട്ടും നിറവ്യത്യാസം, മഞ്ഞയോ പച്ചയോ നിറമുള്ള ഡിസ്ചാർജൊക്കെ കാണാറുണ്ട്. മൈഗ്രെയിനിൽ മണമൊന്നും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ സൈനോസൈറ്റിസിൽ ചിലപ്പോൾ നമുക്ക് സ്മെല്ലേ ഉണ്ടാവില്ല, തീരെ സ്മെല്ല് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസിന് മൈഗ്രെയിൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.